ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപം കൊണ്ടപ്പോൾ പലരും ചോദിച്ച ചോദ്യമായിരുന്നു ഇതെന്തിനാണ് ഇങ്ങനെ ഒന്ന് എന്നുള്ളത്. ഈ യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ തന്നെയാണ് പലതരം കോക്രോച്ചുകളെ, ഈ പറയുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഇങ്ങനെയുള്ള കോക്രോച്ചുകളാക്കി മാറ്റുന്നത്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജൂൺ 6 ദില്ലി ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. CBSE നീറ്റ് പരീക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അമേരിക്കയിലുള്ള CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ ഇന്ത്യയിലെത്തും. I have decided to come back to India. Yes, मैं अपने देश, अपने घर इंडिया वापस आ रहा हूँ एजुकेशन मिनिस्टर धर्मेंद्र प्रधान का रेजिग्नेशन मांगने के लिए, कि हम सोशल मीडिया पर आवाज़ उठा रहे हैं कि पेपर लीक के कारण जिन नीट के बच्चों ने सुसाइड की और जो लाखों स्टूडेंट्स की मेहनत बर्बाद हुई है, उसके लिए तो धर्मेंद्र प्रधान को रिज़ाइन करना ही चाहिए. मैंने डिसाइड किया है मैं 6 जून सैटरडे सुबह दिल्ली आऊँगा. आप सब मुझे एयरपोर्ट पर मिलिए. हम सब मिलकर पार्लियामेंट स्ट्रीट पुलिस स्टेशन जाएंगे और वहाँ पर जंतर मंतर पर एक पीसफुल प्रोटेस्ट करने के लिए परमिशन मांगेंगे. സായ്കുമാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സായ്കുമാർ, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി അത് CJP തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെടുന്നതാണ്. മറ്റൊന്ന്, ഈ അഭിജിത് ദീപ്കെ ഇത്തരമൊരു വലിയ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു പ്രതിഷേധമാണ് ദില്ലി കാണാൻ പോകുന്നത്, രാജ്യം കാണാൻ പോകുന്നത്. തീർച്ചയായും റോഷ്നി, ഈ നീറ്റ് വിഷയമാണ് CJP പ്രധാനമായി തുടക്കം മുതൽ ഉന്നയിക്കപ്പെട്ട വിഷയം. കാരണം അത് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ CJPയുടെ തീരുമാനം. അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നടക്കമുള്ള ആവശ്യം തന്നെയാണ്. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ, അദ്ദേഹം അമേരിക്കയിലാണ്. അദ്ദേഹം ഓൺലൈനിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സംഘടന ഉണ്ടാക്കിയതും അതിലേക്ക് ആളെ കൂട്ടിയതും ഒക്കെ. അദ്ദേഹം ഇതാ നേരിട്ട് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു എന്ന് അദ്ദേഹം തന്നെ ഇന്നൊരു വീഡിയോ വഴിയാണ് പങ്കുവച്ചത്. വിദേശത്തായിരുന്നു, അമേരിക്കയിലായിരുന്നു, താൻ ഡൽഹിയിലേക്ക് എത്താൻ പോവുകയാണ്. ജൂൺ 6 താൻ ഡൽഹിയിലെത്തും എന്നാണ് ഇപ്പോൾ അഭിജിത് ദീപ്കെ അറിയിച്ചിട്ടുള്ളത്. ആ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നേരിട്ട് പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പോകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ പ്രതിഷേധിക്കാൻ അനുമതി തേടും എന്നും അഭിജിത് ദീപ്കെ പറയുന്നുണ്ട്. അവിടെ അവർക്ക് അനുമതി കിട്ടുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നമുക്കറിയാം, ബാംഗ്ലൂരുവിലൊക്കെ അവർ നടത്താം എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതിനൊന്നും അനുമതി നൽകിയിരുന്നില്ല. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളടക്കം സസൂക്ഷ്മം ഈ CJPയെ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഭരണകൂടത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളി, ഗൂഢാലോചന എന്നടക്കമുള്ള നീക്കം നമ്മൾ നേരത്തെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ കണ്ടതാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു പ്രത്യക്ഷ സമരത്തിന് അനുമതി കിട്ടുമോ, അനുമതി കിട്ടിയാൽ അതെങ്ങനെയായിരിക്കും നടക്കുക, എത്രമാത്രം ആളുകൾ അതിലേക്ക് വരും എന്നൊക്കെ കൗതുകമുള്ള ഒരു വിഷയം തന്നെയാണ്. അതിലേക്ക് ഉറ്റുനോക്കുകയാണ്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഈ വീഡിയോയിൽ തന്നെ അഭിജിത് ദീപ്കെ പറയുന്നുണ്ട്, സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് തങ്ങൾ ആലോചിക്കുന്നത്, ആ രീതിയിലായിരിക്കും തങ്ങളുടെ പ്രതിഷേധം. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴിൽ നമുക്ക് ഒന്നിക്കാനുള്ള സമയമായി എന്ന് CJPയിലെ അംഗങ്ങളോട്, അതിനെ ഫോളോ ചെയ്യുന്ന ആളുകളോട് പറയുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്താം. നമ്മൾ ഒന്നിച്ച് ശബ്ദിച്ചാൽ അവർ ഭരണകൂടം, കേന്ദ്ര സർക്കാരിന് അത് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തങ്ങളുടെ ആവശ്യം നമുക്ക് നേടിയെടുക്കാം എന്നുകൂടിയാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത്. ശനിയാഴ്ച താൻ ഡൽഹിയിൽ എത്തിച്ചേരും, എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകണം എന്നുകൂടി അദ്ദേഹം അതിൽ പറയുന്നു. അവിടെ നിന്ന് ഒരുമിച്ച് പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് പോകാം. അപ്പോൾ ഒരു മാർച്ചായി പാർലമെന്റ് സ്ട്രീറ്റിൽ എത്താനാണ് ഇപ്പോൾ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരിക്കും ജന്തർ മന്ദറിൽ എന്ന് അവർ പറയുകയും ചെയ്തു. ജന്തർ മന്ദർ നമുക്കറിയാം റോഷൻ, നേരത്തെ AAPയുടെ ഒക്കെ സമരം നടന്ന ഈ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം എന്നൊക്കെ വിളിക്കുന്ന AAPയുടെ ഒക്കെ സമരം തുടങ്ങിയ നിരവധി സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള ജന്തർ മന്ദറിൽ CJPയുടെ ഒരു പരസ്യ പ്രതിഷേധം നടക്കുമോ, അവർക്ക് അനുമതി കിട്ടുമോ, അനുമതി കിട്ടിയില്ല എങ്കിൽ പോലും അവരുടെ പ്രതിഷേധം നടക്കുമോ എന്നൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ CBSE നീറ്റ് വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധത്തിന് ഇപ്പോൾ CJP കൂടി രംഗത്തിറങ്ങുകയാണ്. സായ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ജന്തർ മന്ദറിൽ ശനിയാഴ്ച പ്രതിഷേധം കാണാൻ പോവുകയാണ്. ഇതിന്റെ സ്ഥാപകൻ തന്നെ ഇന്ത്യയിലേക്ക് എത്താൻ പോവുകയാണ്.